89.6 FM സർഗക്ഷേത്ര. നമസ്കാരം നമസ്കാരം നമസ്കാരം. സർഗക്ഷേത്ര 89.6 FM എല്ലാവർക്കും സ്വാഗതം. പറന്നുയരുവാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. യെസ്, ഇത് നമ്മുടെ സർഗക്ഷേത്ര ഉയരെയാണ്. കൂടെയുള്ളത് RJ ദിവ്യയാണ്. സിനിമ എന്നാൽ ഇത് വെറും ഒരു കഥ പറച്ചിൽ മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്നാൽ അതല്ല, മറിച്ച് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ലോകങ്ങളിലേക്ക് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു മാന്ത്രിക വിദ്യയാണ് സിനിമ എന്ന് നമുക്ക് മനസ്സിലായി തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായിട്ടുണ്ട്. ആ മാന്ത്രിക വിദ്യക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയൊരു ശക്തിയാണ് ഇപ്പോഴത്തെ വിഷ്വൽ എഫക്റ്റ് അഥവാ VFX എന്ന് പറയുന്നത്. പണ്ട് സിനിമയിലെ വിസ്മയങ്ങൾ കാണിക്കാനായിട്ട് ക്യാമറ ട്രിക്കുകൾ മാത്രമായിരുന്നു എങ്കിൽ ഇന്ന് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഭാവനയിൽ കാണുന്ന എന്തും നമുക്ക് സ്ക്രീനിൽ ജീവനുള്ളതാക്കാൻ വേണ്ടിയിട്ട് VFX ടീമിന് കഴിയും. അങ്ങനെ അവയ്ക്ക് ജീവൻ കൊടുക്കുന്ന ഒരാളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. IMDbയുടെ സൈറ്റിൽ നോക്കിയപ്പോഴേ മുബീൻ ഖാൻ എന്നൊരു പ്രൊഫൈലിൽ വരുന്ന സിനിമകളുടെ ലിസ്റ്റ് എന്ന് പറയുന്നത് വളരെ 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 വലുതാണ്. യെസ്, വിഷ്വൽ എഫക്ട് സൂപ്പർവൈസർ, VFX അഡ്വൈസർ ഓൺ സെറ്റ്, കോമ്പോസിറ്റർ, ഡിജിറ്റൽ കോമ്പോസിറ്റർ, VFX പ്രൊഡ്യൂസർ, ഇങ്ങനെ അനവധി ടൈറ്റിൽസ് നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രൊഫൈലിന്റെ ഉടമയാണ് ഇന്ന് നമ്മളുടെ കൂടെ ഉയരയിലുള്ളത്. VFXന്റെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. ഹലോ, നമസ്കാരം മുബീൻ, വെൽക്കം ടു സർഗക്ഷേത്ര ആൻഡ് ഉയരെ. ഓക്കെ, അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ VFX മേഖലയിലേക്ക് കടന്നു വരണമെങ്കിൽ എന്തായാലും എന്തെങ്കിലും ഒരു ജീവിതത്തിൽ ഒരു ഹുക്ക് ഉണ്ടാവണമല്ലോ. അപ്പോൾ എന്താണ് ഈ VFX മേഖലയിലേക്ക് വരാനും അതിൽ ഇങ്ങനെ ഒരു ശോഭിക്കണം എന്ന് വിചാരിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള ഉണ്ടായിട്ടുള്ള ഒരു കാര്യം? അങ്ങനെ ചോദിച്ചാ സത്യത്തിൽ ശോഭിക്കാൻ വേണ്ടിട്ടല്ല, ഇഷ്ടം, സിനിമയോടുള്ള ഒരു ഇഷ്ടം കൊണ്ടായിരുന്നു, ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. അതിന്റെ പിന്നീട് നടക്കുന്ന വിഷ്വൽ, ആനിമേഷൻ, എഡിറ്റിംഗ് ഒക്കെ ഇതെങ്ങനെയാണ് ഈ സംഭവം നടക്കുന്നത് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു ചെറുപ്പം മുതലേ. അപ്പൊ അതറിയാൻ കൂടുതലായിട്ട് ഇതിന്റെ പിന്നണിയിലേക്ക് ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് നിന്ന് കിട്ടിയതാണ് VFX എന്നുള്ളത്. ഓക്കെ, ഞങ്ങൾ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് എന്താണ് ഈ VFX എന്നൊന്ന് പറയാവോ? എന്താണ് VFX എന്ന് ചോദിച്ചാൽ, സിനിമകളിലും ഈ വീഡിയോകളിലും ഒക്കെ ഷൂട്ട് ചെയ്യുന്നതിനെ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി ജനറേറ്റ് ചെയ്ത് നമ്മൾ ഓരോ സൂപ്പർ ഹീറോ എഫക്ട്സും, എക്സ്പ്ലോഷൻസ്, ഏലിയൻസ്, ഈ സ്പേസ് സീൻസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. നമ്മളിപ്പം ഷൂട്ട് ചെയ്യാൻ സാധിക്കാത്ത ഒരു മനുഷ്യന് സാധിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ഈ ഷൂട്ടേജിലേക്ക് കൊണ്ടുവരുന്നതാണ് VFX എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള നമുക്ക് എത്തിപ്പെടാൻ കഴിയാത്ത എന്നാൽ നമ്മുടെ ഭാവനയിലുള്ള കാര്യങ്ങളെ നിങ്ങൾ ഞങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. അതെ, അതാണ് അതിനെ വൃത്തിയായി എത്തിക്കുന്നു, അതിനാണ് VFX എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെതായിട്ടുള്ള ഒറിജിനാലിറ്റിയിൽ ഞങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. അതെ അതെ. ഓക്കെ, ഗംഭീരമായിട്ടുണ്ട്. എന്തായാലും ഉയരയിൽ നമ്മളുടെ മുബീൻ ഇനിയും കാണും. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ VFXന്റെ ചോദിച്ചറിയാനുണ്ടല്ലോ. ഇപ്പോൾ വരാൻ പോകുന്നത് ഒരു പാട്ടാണ്. പാട്ട് കേട്ടിട്ട് കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. പാട്ട് വരുന്നുണ്ട്. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ. കൂടെയുള്ളത് RJ ദിവ്യയാണ്. RJ ദിവ്യയുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റും ഉണ്ട്. യെസ്, നമ്മളുടെ സ്വന്തം മുബീൻ ഖാൻ VFX ആർട്ടിസ്റ്റ് ആണ്. VFX ആർട്ടിസ്റ്റ് മാത്രമല്ല, ഒരു സൂപ്പർവൈസറും. അങ്ങനെ ഒരുപാട് VFX മേഖലകളിൽ കൈ കടത്തിയിട്ടുള്ള ഒരാളാണ്, ഒരു പ്രഗത്ഭനാണ് നമ്മളുടെ ഒപ്പമുള്ളത്. അങ്ങനെ ഒരുപാട് റോൾസിൽ VFX മേഖലയിൽ സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന ആളാണ് മുബീൻ. താങ്കളുടെ കരിയറിലെ തങ്ങൾ എത്തിപ്പെട്ടിട്ടുള്ള സിനിമ ഇൻഡസ്ട്രി ആൻഡ് തങ്ങളുടെ വർക്കുകളെ പറ്റി ഒന്ന് പറയാമോ? അങ്ങനെ കരിയറിൽ എത്തിപ്പെട്ടിട്ടുള്ള ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പം ആദ്യമായി റിലീസായ സിനിമ പ്രീസ്റ്റ് ആയിരുന്നു. അതിന് VFXന്റെ മികച്ച ഒരു റെസ്പോൺസ് കിട്ടുകയും അതുവഴി തമിഴ്, കന്നഡ, തെലുങ്ക് ഇൻഡസ്ട്രി, ഹിന്ദി അവിടെയൊക്കെ വർക്ക് ചെയ്യാൻ അവസരം കിട്ടുകയും പിന്നീട് ഹോളിവുഡിൽ എനിക്ക് മാർവൽ മൂവിയായ ആന്റ്മാനില്, ട്രാൻസ്ഫോമേഴ്സില്, യങ് വുമൺ ആൻഡ് സീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൂവി ഉണ്ടായിരുന്നു. ആർഗെയിൽ എന്ന് പറഞ്ഞിട്ടൊരു ജോൺ സീന, ഡുവാലിപ്പ ഒരു മൂവി ഉണ്ടായിരുന്നു. പിന്നെ ആപ്പിൾ ടിവിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് പറയുകയാണ്, ആപ്പിൾ ടിവിക്ക് വേണ്ടിയിട്ട് എനിക്ക് പ്രീഹിസ്റ്റോറിക് പ്ലാനറ്റ് 2 സീസൺ 2 എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു, ഒരു ഡോക്യുമെന്ററി ഉണ്ട്.
അതിന് ഓസ്ട്രേലിയൻ ബെസ്റ്റ് VFX അവാർഡൊക്കെ കിട്ടിയ ഒരു ഡോക്യുമെന്ററി ആയിരുന്നു അത്. ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞ് കോൺസെപ്റ്റ് ആയിട്ട് മാർക്കോയ്ക്ക് വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ ലോക കണ്ടിന്യൂസ്ലി ഇങ്ങനെ ചെയ്തു വരുന്നു. ഓക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കോയിലൊക്കെ ആ കുട്ടിയെ എടുക്കുന്ന ദൃശ്യമൊക്കെ ശരിക്കും VFX ആണ് എന്ന് കേട്ടപ്പോൾ നിങ്ങൾ ഈ ഒറിജിനലിനെ വെല്ലുന്ന തരത്തിലുള്ള ഒരു കിടപിടിക്കുന്ന തരത്തിലുള്ള VFX ഞങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഇത് ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അതൊക്കെ വിശ്വസിക്കുകയാണ് ഇതൊക്കെ ഒറിജിനൽ ആണെന്ന് കേട്ടോ. ചെയ്യാൻ പറ്റാത്തതാണ് നമ്മൾ. ഓക്കെ. VFX ലോകത്തേക്ക് ഇനി നമ്മൾ കടന്നു വരണം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കുറേ സിനിമയുടെ ഭാഗമാകണം, ഇതുപോലെ തന്നെ ആസ്വാദകർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യണം, VFXന്റെ മേഖലയിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളുടെ കൂടെ മുബീൻ ഉണ്ടാവും. മുബീൻ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും ഈ മേഖലയെ പറ്റിയിട്ട്, ഈ ഒരു പ്രൊഫഷനെ പറ്റിയിട്ട്. നമുക്ക് ഇനി ഒരു പാട്ട് കേൾക്കാം. പാട്ട് കേട്ടതിന് ശേഷം സർഗക്ഷേത്ര 89.6 FM മുബീനും കൂടെ RJ ദിവ്യയും ഉയരയിലുണ്ടാവും. നമുക്ക് കൂടുതൽ സംസാരത്തിലേക്ക് പോകാം. അതിനു മുമ്പ് ഒരു പാട്ട് വരുന്നുണ്ട് കേട്ടോ. 89.6 FM സർഗക്ഷേത്ര. നമ്മള് ഉയരയിൽ VFX വിശേഷങ്ങളുമായി VFX ആർട്ടിസ്റ്റ് മുബീൻ ഖാനുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. മുബീൻ, താങ്കൾക്ക് വീണ്ടും ഉയരയിലേക്ക് സ്വാഗതം പറയുകയാണ് കേട്ടോ. പ്രേക്ഷകർ ഇത് VFX ആണ് എന്ന് തിരിച്ചറിയാത്ത രീതിയിലുള്ള വർക്കുകളാണല്ലോ നിങ്ങളുടെ വിജയം. അപ്പൊ അതായിരിക്കുമല്ലോ നിങ്ങളുടെ മെയിൻ ഗോളും, ഇങ്ങനെ തിരിച്ചറിയാൻ പാടില്ല എന്നുള്ളത്. എന്തൊക്കെയാണ് നിങ്ങളുടെ വർക്കുകൾ? അതൊക്കെ ഏതൊക്കെ മേഖലയിലാണ് നിങ്ങൾ ഈ ഷൂട്ട് ചെയ്യുമ്പോൾ VFXന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയോ? VFXന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുന്നതെന്ന് പറയാൻ നേരം പ്രധാനമായും നമ്മൾ പ്രേക്ഷകരിൽ VFX ഒരു ഷോട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാത്ത വിധമാണ്. മീൻസ് ബാക്കിയുള്ളവർ അവരവരുടെ കഴിവ് ഇപ്പോൾ ഒരു സെറ്റ് ഇടുകയാണെങ്കിൽ ആ സെറ്റിന്റെ വലിപ്പം കാണിക്കും. പക്ഷെ അത് VFXന്റെ കേസിൽ വരുമ്പോൾ മാക്സിമം അത് VFX ആണെന്നുള്ള രീതിയിൽ നമുക്ക് പ്രേക്ഷകരിൽ എത്തിക്കാൻ പറ്റില്ല. ഒരു പടത്തിൽ മാക്സിമം VFX യൂസ് ചെയ്തിട്ടില്ലെന്ന് പ്രേക്ഷകരെ തോന്നിപ്പിക്കുന്നതാണ് ഒരു പടത്തിൽ VFXന്റെ വിജയം. അപ്പൊ അതിന് വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ ചെയ്യാറുള്ളതെന്ന് പറയുന്ന നേരം ഒരുപാട് കറക്ഷൻസ് നമ്മൾ വീണ്ടും വീണ്ടും നോക്കും. ഒരുപാട് തവണ നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് ഓരോ ഷോട്ടും നമ്മൾ അപ്രൂവ് ആക്കുന്നത്. ഓക്കെ. ഒരു സീനൊക്കെ ചെയ്യാൻ എത്ര സമയം എടുക്കുമായിരിക്കും ഏകദേശം? അങ്ങനെ ചോദിച്ചാ അത് ഓരോ സീനും ഓരോ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അതിൻ്റെ ഇതാണ് ചെയ്യുന്നത്. മീൻസ് നമുക്ക് എപ്പോഴും ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു ടൈം നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ. ഔട്ട്പുട്ട് എത്രത്തോളം ഗംഭീരമായിട്ട് കിട്ടുന്നോ അന്നേരമാണ് അതിന്റെ പണിപ്പുരയിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്നത്. അതെ, അത് ചില സീൻസ് ഗ്രീൻ സ്ക്രീൻ ആയിരിക്കും, ചിലതാണെങ്കിൽ CG ആയിരിക്കും, ചിലതിൽ പെയിന്റ് ആയിരിക്കും. അങ്ങനെ ഓരോരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോരോ ഇതാണ്. അപ്പം നമുക്കത് കറക്റ്റ് ആയിട്ട് അത് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ഇത്രയും സിനിമകൾ ചെയ്തതിൽ വെച്ചിട്ട് ഏതാണ് കുറച്ചുകൂടെ ഭയങ്കരമായിട്ട് എഫേർട്ട് ഇട്ട് ചെയ്യേണ്ടി വന്ന ഒരു സിനിമ എന്ന് പറയുന്നത് ഏതായിരിക്കും? അത് തീർച്ചയായിട്ടും മാർവൽ ആന്റ്മാൻ ആൻഡ് വാസ്പ് ആയിരുന്നു. കാരണം അത് മാർവൽ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഓൾറെഡി എല്ലാവർക്കും ഒരു ഡ്രീമാണ്. അതിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം എന്റെ ഫുൾ എഫേർട്ട് ഞാൻ അതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും കുറേ പേരുടെ സ്വപ്നമാണ് VFX മേഖലയിലേക്ക് വരിക എന്നുള്ളതും അതിലൊരു കരിയർ ഉണ്ടാക്കുക എന്നുള്ളതും. എന്തായാലും നമുക്ക് കിട്ടിയിരിക്കുന്ന ഗസ്റ്റ് കറക്റ്റാണ്. നമുക്ക് VFXൽ എന്തൊക്കെ നോളജുകൾ ആവശ്യമാണോ ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് മുബീൻ എന്തായാലും ഇവിടെ ഉണ്ടാവും, നമ്മളും കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാട്ട് വരുന്നുണ്ട്. സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. ഉയരയില് മുബീൻ ഖാനുമായിട്ട് VFX ആർട്ടിസ്റ്റ് ആയിട്ടുള്ള മുബീൻ ഖാനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. VFX വിസ്മയങ്ങളെ പറ്റി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. മുബീൻ, എന്തായാലും മുബീൻ ഒരു കരിയർ തന്നെ ബിൽഡ് ചെയ്തിട്ടുണ്ട് VFXൽ. ഈ VFXന്റെ വലിയൊരു മരത്തിന്റെ തണലിൽ നിൽക്കുന്ന ഒരാളാണ് മുബീൻ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആ മരത്തിലേക്ക് കുറെ പക്ഷികൾക്ക് വരണമെന്നും കൂടുകൂട്ടണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്. അപ്പോ അങ്ങനെ വരാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇതൊരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഫഷൻ ആണോ ഈ VFX എന്ന് പറയുന്നത്?
തീർച്ചയായും അങ്ങനെ കരിയർ ബിൽഡ് ചെയ്യാൻ സാധിക്കും. ഈ VFX എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ഈ ഫിലിമിൽ മാത്രം യൂസ് ചെയ്യുന്നതല്ല. അത് VFX നമ്മളിപ്പോൾ അഡ്വർടൈസ്മെന്റ് യൂസ് ചെയ്യാറുണ്ട്, ഷോർട്ട് ഫിലിംസ്, ഗെയിംസിന് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഈ ഗെയിംസിനൊക്കെ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ തന്നെ പല സ്റ്റുഡിയോസും ഗെയിംസ് മാത്രം ഫോക്കസ് ചെയ്ത് VFX ചെയ്യുന്നവരുണ്ട്. അതേപോലെ തന്നെയാണ് ഈ ആഡിനും എല്ലാത്തിനും നമ്മൾ VFX യൂസ് ചെയ്യുന്നുണ്ട്. അത് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു മേഖലയാണിത്. ഓക്കെ, അപ്പൊ സിനിമാ മേഖല മാത്രമല്ല, ഒരുപാട് അനന്തമായ മേഖലകൾ VFX പഠിച്ചു കഴിഞ്ഞാൽ കരിയറായിട്ട് ചൂസ് ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർക്കുണ്ട് എന്നല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, അപ്പൊ ഒരു കരിയർ ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഇങ്ങനെ വരുമ്പോഴേ ഇപ്പൊ നമ്മൾക്ക് ഒരു വില്ലനായിട്ട് വരുന്നത് AI ആണ്. നിങ്ങൾക്കതൊരു വരദാനമാണോ അതോ നിങ്ങൾക്കൊരു പ്രശ്നമായിട്ടാണോ വന്നിരിക്കുന്നത് AI? അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്കതൊരു വലിയൊരു ആശ്വാസമാണ്. അതേപോലെ തന്നെ എല്ലാത്തിനും ഒരു പോസിറ്റീവും നെഗറ്റീവും ഉണ്ടല്ലോ. തീർച്ചയായിട്ടും എല്ലാത്തിനും ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ പോസിറ്റീവ് വശങ്ങൾ മാത്രമാണ് ഇപ്പൊ ശ്രദ്ധിക്കുന്നത്. ഓക്കെ, നമ്മളെ വലിയ ഹാർഡ് വർക്ക് ചെയ്യാതെ സ്മാർട്ട് വർക്കിലേക്ക് ചുരുക്കാൻ AI സഹായിക്കാറുണ്ട്. പക്ഷെ അതിനൊരു പരിമിതി ഉണ്ടെന്നല്ലേ? അതെ, അതിനൊരു പരിമിതി ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഒന്നിന്റെ കൂടെ തള്ളുന്ന പോലെ മാനുവലി നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പൊ എന്തായാലും കരിയർ, ഒരു VFXൽ ഒരു കരിയർ നേടുന്ന എല്ലാവർക്കും ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന വാക്കുകൾ തന്നെയാണ് മുബീൻ ഖാൻ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കരിയറിലേക്ക് കടന്നു വന്നപ്പോൾ പ്രതീക്ഷിച്ചായിരുന്നോ ഇങ്ങനെയുള്ള കുറച്ച് വർക്സുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്നും, അല്ലെങ്കിൽ IMDb പോലുള്ള ഒരു പ്രൊഫൈൽ ക്രിയേറ്റഡ് ആവുമെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ? അങ്ങനെ ചിന്തിച്ചിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, കുട്ടിക്കാലം മുതൽ ഫിലിം എന്ന് പറയുമ്പോൾ ഒരു ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അപ്പൊ ഫിലിമിലേക്ക് എത്തിപ്പെടാൻ ഏറ്റവും നമ്മൾ ഒരു ഫിലിമിൽ ഏറ്റവും നല്ല കോൺട്രിബ്യൂട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഫീൽഡായിട്ടാണ് എനിക്കിത് വിഷ്വൽ എഫക്ട്സ് തോന്നിയിട്ടുള്ളത്. അപ്പം ആ ഒരു ഫീൽഡിലേക്ക് വരാൻ പറ്റിയത് തന്നെ ഒരു ദൈവത്തിന്റെ അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. ഓക്കെ, എന്തായാലും ഇതുപോലെ ഒരുപാട് പേർക്ക് എത്തിപ്പെടാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മുബീൻ ഖാൻ എങ്ങും പോകുന്നില്ല, നമ്മളോടൊപ്പം തന്നെയുണ്ട്, ഉയരയിലുണ്ട്. അപ്പോൾ നമുക്ക് ഈ കൂടുതൽ മേഖലയിലേക്ക് പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ഇതൊരു കൈത്താങ്ങാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു പാട്ട് കേൾക്കാം. അതിനുശേഷം കൂടുതൽ വിശേഷങ്ങൾ അറിയാം. ഇത് സർഗക്ഷേത്ര 89.6 FM, കൂടെയുള്ളത് RJ ദിവ്യയാണ്. 89.6 FM സർഗക്ഷേത്ര. കൂടെയുള്ളത് RJ ദിവ്യയാണ്. RJ ദിവ്യയുടെ കൂടെ VFXന്റെ വിശേഷങ്ങൾ പറയാനായിട്ട് മുബീൻ ഖാനും ഒപ്പമുണ്ട്. മുബീൻ ഖാൻ ഒപ്പമില്ലേ? ഓക്കെ, അപ്പോൾ VFX മേഖലയിലേക്ക് പുതുതായി വരാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണേ. ഒരാൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ ഈ ഒരു VFX മേഖലയിലേക്ക് കാലെടുത്ത് വെക്കാൻ, കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും മുബീന് പറയാനുണ്ടാവുക? അങ്ങനെ ചോദിച്ചാൽ ഒറ്റ വാക്കിൽ മറുപടി പറയുകയാണെങ്കിൽ ടൈം എടുക്കും. കുറച്ച് ടൈം എടുക്കും. ഒരു ഗ്രൂപ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അതിൻ്റെതായിട്ടുള്ള ഒരു ടൈം എടുക്കും. അതാണ് മെയിൻലി ഒരു ഇത് വരുന്നത്. കാരണം ഇതിൽ VFXലേക്ക് വരുമ്പോൾ ബേസ്ഡ് ഓൺ സർട്ടിഫിക്കറ്റ്സ് അങ്ങനല്ല നമ്മൾ നോക്കുന്നത്, പ്യൂർലി എക്സ്പീരിയൻസ് ആണ്. അതെ, ഓക്കെ. അതേപോലെ തന്നെയാണ് സ്കില്ലും. അപ്പൊ നമ്മൾ മാക്സിമം സ്കില്ലും ടൈം എടുത്ത് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ നോക്കുന്നവരാണെങ്കിൽ ഓക്കെ, ഓപ്ഷനാണ് കയറി വരാൻ. ഓക്കെ, അപ്പോ VFX മേഖലയിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാര് ശരിക്കും ടൈം ഇൻവെസ്റ്റ് ചെയ്ത് തന്നെ ഇതിനു വേണ്ടിയിട്ട് കുറച്ച് പ്ലാൻ ചെയ്ത് തന്നെ ഈ മേഖലയിലേക്ക് വരാൻ ശ്രമിക്കണം അല്ലേ? അതെ. ഓക്കെ, ഒരു പെട്ടെന്നുള്ള ഒരു ഗ്രോത്ത് പ്രതീക്ഷിക്കാനും പാടില്ല. അങ്ങനെ പ്രതീക്ഷിച്ചാലും ചിലർക്ക് അതാണ് ഡിപ്പെൻഡ് ഓൺ സ്കില്ല് നല്ലതുപോലെ നമ്മൾ എത്ര നേരം ഒരു സോഫ്റ്റ്വെയറുമായിട്ട് ഇരിക്കുന്നു അത്രയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിന്റെ ഒപ്പം തന്നെ നമ്മളുടെ ക്രിയേറ്റിവിറ്റി, നമ്മുടെ സ്കിൽസ് ഇതെല്ലാം യൂസ് ചെയ്യാൻ നേരത്തേക്കും പെർഫെക്റ്റ് ആയിട്ട് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചു കൊള്ളട്ടെ. ആദ്യമായിട്ട് മുബീൻ ഈ ഒരു മേഖലയിലേക്ക് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഏത് തരത്തിലുള്ള കാര്യമാണ്? എനിക്ക് ഏറ്റവും കൂടുതൽ സഹായിച്ചതെന്ന് പറയുന്നത്, ഞാനാണെങ്കിൽ ഒരിടത്ത് ഞാൻ ആദ്യമേ ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു. അപ്പം കൂടുതലും ഞാനാണെങ്കിൽ ഇപ്പൊ കമ്പ്യൂട്ടറിന്റെ മുന്നിലേക്ക് ഇരിക്കുകയാണെങ്കിൽ പിന്നെ സമയം പോകുന്നത് അറിയില്ല. ഇപ്പൊ ഒരു സ്റ്റുഡിയോ ആംബിയൻസിലേക്ക് കയറുകയാണെങ്കിൽ ഫുള്ള് പാട്ടും മീൻസ് അങ്ങനെ ഒരു ആംബിയൻസ് ആണ്. പാട്ടും ഡാർക്ക് റൂമില് പാട്ട് വിട്ട് അങ്ങനത്തെ ഒരു ആംബിയൻസ് ആയതുകൊണ്ട് തന്നെ
ആ ഒരു ഇത് വൈബ് അങ്ങ് ഇഷ്ടപ്പെട്ട് അങ്ങനെ അങ്ങ് കയറിയത്. ഓക്കെ, എന്തായാലും വൈബിന് പിന്നാലെ പോയിട്ട് ഒരുപാട് നേട്ടങ്ങൾ നേടിയ ആള് തന്നെയാണ് നമ്മളുടെ മുബീൻ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കുകയാണേ, അപ്പോൾ പേഷ്യൻസും അതുപോലെ തന്നെ ഇതിന് ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മനസ്സുമായിട്ട് മാത്രം ഈ കരിയറിലേക്ക് ഇറങ്ങിയാൽ മതിയെന്നാണോ മൊത്തത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം? അതെ, ചുരുക്കത്തിൽ അതാണ് അർത്ഥം. ഓക്കെ, എന്തായാലും വരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ഒരു പോയിന്റ് അവരുടെ ചിന്തയിലേക്ക് കയറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു പാട്ട് കേൾക്കാൻ റെഡി അല്ലേ മുബീൻ? തീർച്ചയായും. ഓക്കെ, അപ്പോൾ നമുക്കൊരു പാട്ട് കേൾക്കാം. സർഗക്ഷേത്ര 89.6 FM റേഡിയോയിൽ പാട്ട് വരുന്നുണ്ട്. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് RJ ദിവ്യയാണ്. RJ ദിവ്യ ഉള്ളത് ഉയരയിലാണ്. ഉയരയിൽ RJ ദിവ്യയോടൊപ്പം നമ്മളുടെ സ്വന്തം VFX ആർട്ടിസ്റ്റ് മുബീൻ ഖാനും ഉണ്ട്. വെൽക്കം 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 മുബീൻ ഖാൻ. വീണ്ടും ഞാൻ സ്വാഗതം പറയുകയാണ്. ഒരുപാട് താങ്ക് യു. കേട്ട സ്ഥിതിക്ക് ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ, ഈ മേഖലയിലേക്ക് കടക്കാൻ സ്വന്തമായി പഠിക്കുന്നതാണോ അതോ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പഠിക്കുന്നതാണോ ബെറ്റർ ഓപ്ഷൻ? അങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്റെ പേഴ്സണലി ഇത് വെച്ച് പറയുകയാണെങ്കിൽ ഇത് രണ്ടിലും ബെറ്റർ എന്ന് പറയുന്നത് നല്ലൊരു ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സിന്റെ കൂടെ ഇരുന്ന് പഠിക്കുന്നതാണ്. ഓക്കെ, VFXുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുടെ കൂടെ. അതെ. ഓക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ വരുന്നുണ്ട്, അവൈലബിൾ ആണ്. സ്വന്തമായി പഠിക്കുന്നതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ റോ ഫുട്ടേജ് പഠിക്കുന്നതും സ്റ്റോക്ക് ഫുട്ടേജ് പഠിക്കുന്നതും തമ്മിൽ വളരെ ഡിഫറെന്റ് ആണ്. സ്റ്റോക്ക് ഫുട്ടേജിൽ നമുക്ക് ഒറ്റ ക്ലിക്കിൽ സാധനം എല്ലാം കിട്ടും, ബട്ട് നമ്മൾ റിയൽ ആയിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ട് വരുന്നതിനകത്ത് പക്ഷെ അങ്ങനെ ആയിരിക്കില്ല. അതുകൊണ്ട് ബെറ്റർ എപ്പോഴും ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സിന്റെ കൂടെ ഇരുന്ന് പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരാൾക്ക് ഈ ഒരു മേഖലയിലേക്ക് VFX മേഖലയിലേക്ക് വരണമെങ്കിൽ എങ്ങനെ മുബീൻ ഖാനെ പോലുള്ള എക്സ്പേർട്ടുകളെ അവർ എങ്ങനെയായിരിക്കും സമീപിക്കേണ്ടത്? അതിനിപ്പം ഇപ്പൊ ഒരുപാട് സ്കൂൾ ഇതുണ്ട്, എക്സ്പേർട്സുകൾ നടത്തുന്ന ഇതുണ്ട്, ഷോപ്പുണ്ട്, വർക്ക്ഷോപ്പ് ഉണ്ട്, ഇന്റേൺഷിപ്പ് ക്ലാസ്സുകളുണ്ട്, അല്ലാതെ തന്നെ കോഴ്സുകളും ഉണ്ട്. ഇപ്പൊ പാലാരിവട്ടത്ത് റെഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അതേപോലെ തന്നെ DTM എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇവിടുത്തെ എക്സ്പേർട്സ് ആണ്. ആരെയും ഞാൻ നെഗറ്റീവായിട്ടല്ല പറയുന്നത്, എന്റെ ഒരു പേഴ്സണൽ ഇതായിട്ടാണ് ഞാൻ പറഞ്ഞത്, ഒപ്പീനിയൻ ആണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതിന് പ്രത്യേകതരമായിട്ട് ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനോ ഒക്കെ വേണ്ടി വരില്ല എന്നുള്ള കാര്യമാണോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ? ഉറപ്പായിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, സർട്ടിഫിക്കറ്റ് നോക്കിയല്ല നമ്മൾ ഒരിക്കലും ഒരു ആർട്ടിസ്റ്റിനെ സെലക്ട് ചെയ്യുന്നത്, എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും നോക്കുന്നത്. അതുകൊണ്ട് എക്സ്പീരിയൻസ് മാക്സിമം ഉള്ള ആൾക്കാണ് കൂടുതൽ പ്രയോറിറ്റി കിട്ടാറ്. ഓക്കെ, അപ്പൊ MCOM ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ കഴിഞ്ഞിട്ടുള്ള എനിക്ക് VFXൽ എത്തണമെങ്കിൽ ഞാൻ ആദ്യം ചെയ്യേണ്ട കാര്യം എന്തായിരിക്കും? ആദ്യമേ ചെയ്യേണ്ട കാര്യം എന്ന് പറയാൻ നേരം VFX പഠിക്കണം. VFX പഠിച്ച് കുറച്ച് ഒക്കെ ഒന്ന് വർക്ക് ചെയ്യണം. മീൻസ് ചെറിയ പ്രൊജക്ട്സിലൊക്കെ വർക്ക് ചെയ്ത് തുടങ്ങി അങ്ങനെയാണ് പതിയെ കയറി വരുന്നത്. ഇപ്പൊ നമുക്കൊരു ഷോർട്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അതേപോലെ തന്നെ ഡെഡ്ലൈനുകൾ ഒബ്വിയസ്ലി നല്ല രീതിയിൽ ഡെഡ്ലൈനുകൾ ഉള്ള ഒരു ഫീൽഡാണ് VFX എന്നുള്ളത്. അതിനെ മീറ്റ് ചെയ്ത് നമ്മളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എത്തിക്കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ആണ്. പിന്നെ ഓക്കെ, ഒറ്റ കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഇപ്പൊ നമുക്കൊരു സ്മാർട്ട് ഫോൺ, നല്ലൊരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഫ്ലുവൻസേഴ്സ് ആവാം എന്ന് ഞാൻ പറഞ്ഞിങ്ങനെ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ VFXന്റെ ഒരു ആർട്ടിസ്റ്റ് ആവണം, അല്ലെങ്കിൽ VFXൽ മേഖലയിലേക്ക് നമുക്ക് കരിയർ ഗ്രോത്ത് അല്ലെങ്കിൽ കരിയറിലേക്ക് കടക്കണമെങ്കിൽ എന്തൊക്കെ ഉപകരണങ്ങളായിരിക്കും നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ എന്തിനെ പറ്റി ആയിരിക്കണം നമുക്കൊരു അവയർനെസ് ഉണ്ടാവേണ്ടത്? അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ ഇപ്പം ഒരു VFXലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരാൾക്ക് വരണമെങ്കിൽ അതങ്ങനെ അത്രയും പോസിബിൾ, അത് കുറെ നല്ല ടൈം ടേക്കിംഗ് ഇതാണ്, പ്രോസസ്സാണ്. ആദ്യമേ നമ്മളൊരു കോമ്പോസിറ്റിംഗ് എന്താന്ന് പഠിക്കണം. കോമ്പോസിറ്റിംഗിനകത്ത് തന്നെ വരുന്നത് റോട്ടോസ്കോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പെയിന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതേപോലെ തന്നെ മാച്ച് മൂവ്, അങ്ങനെ കുറെ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അപ്പൊ ഇതൊരു വലിയ മരം തന്നെയാണ്. അതെ, ഇത് ഇങ്ങനെ ഒരു സെക്ഷനിൽ നിൽക്കുമ്പോ തന്നെ ഓപ്പോസിറ്റ് 3Dയും ഒരു സെക്ഷൻ നിപ്പുണ്ട്, റിഗിങ്, ഇത് അങ്ങനെ പറഞ്ഞ ഒരുപാട് വേറെയും കുറെ ബ്രാഞ്ചസ് ഉണ്ട്. കൂടെ ഒരുമിച്ച് ചേർക്കുമ്പോഴാണ് ശരിക്കും കോമ്പോസിറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവുന്നത്. ഓക്കെ,
അപ്പൊ എന്തായാലും കരിയറിന് ഒരു VFX കരിയർ മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന അല്ലെ ആഗ്രഹിച്ച് നടക്കുന്ന എല്ലാവർക്കും ഇത് ഈ ഇപ്പൊ പറഞ്ഞ കുറച്ച് ആൻസേഴ്സ് എന്തുകൊണ്ടും മുതൽക്കൂട്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ ഒരു പാട്ടിലേക്ക് പോകാം. പാട്ടിന് ശേഷം നമുക്ക് കൂടുതൽ VFX വിശേഷങ്ങൾ മുബീൻ ഖാനുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. ഒരു പാട്ട് വരുന്നുണ്ട്. 89.6 FM സർഗക്ഷേത്ര. VFX വിശേഷങ്ങളുമായിട്ട് നമ്മളോടൊപ്പം മുബീൻ ഖാൻ ഇവിടെ ഉണ്ട്. ഉയരയിൽ നമുക്ക് ഇഷ്ടം പോലെ നോളജ് VFXനെ പറ്റി ഇതുവരെ നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ചോദിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, മുബീൻ ഖാൻ എല്ലാ മേഖലയിലും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അതെ അതെ. അപ്പൊ ഈ ഒരു VFXന്റെ ഈ ഒരു പ്രൊഫഷൻ എടുക്കുമ്പോൾ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും തമ്മിൽ എന്തൊക്കെ കാര്യങ്ങളിൽ യോജിപ്പും വിയോജിപ്പും ഉണ്ട് എന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ട്? വിയോജിപ്പും എന്ന് പറയുമ്പോൾ പേഴ്സണൽ ലൈഫിൽ അങ്ങനെ എന്താ പറയണ്ടേ, ഉറക്കമില്ലായ്മ അങ്ങനത്തൊക്കെ ഉള്ളൂ, അല്ലാതെ വേറെ ഇതൊന്നുമില്ല. ഇപ്പൊ ഒരു ഷോട്ട് നമ്മൾ സ്നേഹിച്ച് അതുപോലെ എൻജോയ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും നമുക്കൊരു പ്രശ്നമല്ല ശരിക്കും ആക്ച്വലി. അതേപോലെ തന്നെയാണ് ഓരോ മേഖലയ്ക്കും അതിൻ്റെതായ പ്രശ്നങ്ങളില്ലേ? ഒബ്വിയസ്ലി ഉണ്ട്. അതേപോലെ തന്നെയാണ് ഇപ്പൊ ഷൂട്ടിന് പോവാണെങ്കിൽ ചില ദിവസങ്ങളിൽ കണ്ടിന്യൂസ്ലി ഷൂട്ടിന് നിൽക്കേണ്ടി വരും. അത് ഓരോ ഡിപ്പാർട്ട്മെന്റ് ഓരോ ഇതന്നെ അനുസരിച്ചാണ്. ഓക്കെ, അത് തന്നെയാണ് ഞാൻ ചോദിക്കാൻ വന്നത്. ഈ സിനിമാ മേഖലയിൽ VFXൽ വർക്ക് ചെയ്യുന്നവരുടെ ഒരു കാര്യം ഞാൻ കേട്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷൂട്ടിങ്ങിന്റെ ആദ്യം പൂജ മുതൽ പാക്കപ്പ് വരെ നിങ്ങളും അവിടെ ഉണ്ടാകണം എന്നുള്ള ഒരു കാര്യം, അത് സത്യമായ ഒരു കാര്യമാണോ? അത് ഒബ്വിയസ്ലി അത് എങ്ങനെ വേണ്ടതാണ്. VFX ഷൂട്ട് ചെയ്യാൻ ഒരു സൂപ്പർവൈസർ കാണുന്നതാണ് അവിടെ എപ്പോഴും. VFX സീനിന്റെ ദിവസങ്ങളിൽ VFXന്റെ സീൻ ഷൂട്ട് ചെയ്യുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ഒരു പ്രൊഫഷണൽ അവിടെ ഉണ്ടാവണം. ഓക്കെ, കാരണം ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ കറക്റ്റ് ആയിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഷൂട്ട് ചെയ്തത് വെറുതെ അല്ലേ? യെസ്, ഓക്കെ, മനസ്സിലായി. അപ്പോ നിങ്ങളുടെ ഒരു പ്രൊഫഷണൽ കൂടെ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുന്നതും എന്നാൽ അവർ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന്റെ റോ തരാം എന്ന് പറയുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് കാണും അല്ലേ? നല്ല ഡിഫറൻസ് എന്ന് പറയാൻ നേരം നമ്മൾ ഷൂട്ട് ചെയ്യും, നമ്മൾ കൂടെ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ അത്രയും പണി കുറവാണ്. മീൻസ് നമ്മളിലേക്ക് വരും. ഇപ്പം ഒരു ഫുട്ടേജ് നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചതാണെങ്കിലും നമുക്കത് വർക്ക് ചെയ്യാൻ പറ്റും. ബട്ട് ഇത് പറയുന്നതിന്റെ കൂടെ തന്നെ നമുക്കപ്പോ അടുത്തുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ വേണ്ട പ്ലേറ്റ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ തന്നെ കളക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ആ ഒരു ഷോട്ട് പെട്ടെന്ന് നമുക്ക് തീർക്കാൻ പറ്റും. ഓക്കെ. അപ്പോ ഈ ഡയറക്ടറും നിങ്ങളുമായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ധാരണയും ഒരു ലിങ്ക് ഓഫ് ദ ലിങ്ക് ഒക്കെ വേണമല്ലേ? അതെ തീർച്ചയായിട്ടും. കാരണം ഡയറക്ടറിന്റെ ഐഡിയാസ് ആണ് നമ്മൾ സ്ക്രീനിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് മാക്സിമം. ഓക്കെ. അപ്പൊ നിങ്ങൾ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന VFX സിംഹത്തെ ആ ഒരു സ്ക്രീനിൽ നിങ്ങൾ കാണാറുണ്ട്? അത് നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ ഇമാജിൻ ചെയ്യുമല്ലോ എങ്ങനെയായിരിക്കും വേണ്ടതെന്നുള്ളൊരു ഇമാജിൻ ചെയ്യുമല്ലോ എന്തായാലും. ഓക്കെ, എന്തായാലും ഗംഭീരമായിരിക്കുന്നു. എന്തായാലും ഷൂട്ടിംഗ് സെറ്റിലും പോയിട്ടൊക്കെ നിങ്ങൾ കിടന്ന് അവിടെയും നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്. അത് ക്യാമറയുടെ മുന്നിലും പുറകിലും ഒക്കെ നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ എത്താതെ ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങുന്നില്ല എന്ന് തന്നെ പറയാം അല്ലേ? അതെ. ഓക്കെ, എന്തായാലും സർഗക്ഷേത്ര 89.6 FM ഇത്രയും നേരം VFXന്റെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മളുടെ സ്വന്തം മുബീൻ ഖാനാണ്. ഉയരയിൽ അദ്ദേഹം ഇവിടെ തന്നെയുണ്ട്. നമുക്ക് ഒരു പാട്ട് കേട്ടതിന് ശേഷം കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം എന്ന് പറഞ്ഞുകൊണ്ട് കൂടെയുള്ളത് RJ ദിവ്യാണ്. വരാൻ പോകുന്നതൊരു പാട്ടാണ്. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഉയരെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴേ എനിക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. നമ്മുടെ കൂടെയുള്ളത് മുബീൻ ഖാനാണ്. വിഷ്വൽ എഫക്ട് സൂപ്പർവൈസറും VFX അഡ്വൈസർ ഓൺ സെറ്റും കോമ്പോസിറ്ററും അതുപോലെ തന്നെ ഡിജിറ്റൽ കോമ്പോസിറ്ററും VFX പ്രൊഡ്യൂസറും ഒക്കെ ആയിട്ടുള്ള മുബീൻ ഖാൻ ആയിരുന്നു നമ്മളുടെ കൂടെ VFX വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. മുബീൻ ഖാൻ ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ ഒറ്റ കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ. VFX മേഖലയിലേക്ക് ആർക്കൊക്കെ ആഗ്രഹിക്കാം? ശരിക്കും ഈ ഒരു മേഖലയെ പറ്റി സ്വപ്നം കാണുന്നവരോട് എന്താണ് മുബീൻ ഖാന് പറയാനുള്ളത്?
അങ്ങനെ വരുന്നവർക്ക് എനിക്ക് പറയാനുള്ളതെന്ന് പറയാൻ നേരം VFX എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയണ്ടേ, ഒറ്റ ക്ലിക്കിൽ ഇതാവുന്ന ഒരു റെഡി ആവുന്ന ഒരു പ്രോസസ് അല്ല വിഷ്വൽ എഫക്ട്സ് എന്ന് പറയുമ്പോൾ. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു റോ ഫൂട്ടേജ് കിട്ടാൻ നേരം അതിൽ ആ ഒരു ഫൂട്ടേജിൽ തന്നെ നമ്മൾ പല പല ഡിപ്പാർട്ട്മെന്റുകളിൽ പോയിട്ടാണ് നമ്മൾ ആ ഒരു ഷോട്ട് നമ്മൾ തീർക്കുന്നത്. ഓക്കെ, അപ്പം അതിൽ ആദ്യമേ നമ്മൾ വരുന്ന ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് റോട്ടോസ്കോപ്പി ആയിരിക്കും, അത് കഴിഞ്ഞിട്ട് മാച്ച് മൂവ് ആയിരിക്കും, അത് കഴിഞ്ഞിട്ട് പെയിന്റ്, അങ്ങനത്തെ ഓരോരോ ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ കോമ്പോസിറ്റിംഗിലേക്ക് വരുന്നത്. അപ്പൊ അത്രയും ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ ആദ്യമേ കോമ്പോസിറ്റിംഗിലേക്ക് കയറുന്നതിലും ഏറ്റവും ബെറ്റർ റോട്ടോസ്കോപ്പിയിൽ തന്നെ തുടങ്ങുന്നതിനാണ്. ഇപ്പം കൂടുതൽ ആൾക്കാരും ഇപ്പം എന്താ പറയണ്ടേ, കുറച്ച് ഒരു മാസം വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ പറ്റത്തില്ല എന്ന് പറഞ്ഞു പോകുന്നത് ഞാൻ കാണാറുണ്ട് ഇടയ്ക്ക്. എന്നിട്ടും ഇവരുടെ ബാച്ച്മേറ്റ്സ് തന്നെ നല്ലൊരു ആർട്ടിസ്റ്റായി ഇൻഡസ്ട്രിയിൽ പെർഫോം ചെയ്യുന്നതും ഞാൻ കാണുന്നുണ്ട്. അപ്പൊ അതുപോലെ ടൈം എടുത്ത് നല്ല ക്ഷമയോടുകൂടി ചെയ്യേണ്ട ഒരു ഒരു പ്രൊഫഷനാണിത്. ഓക്കെ, അപ്പോൾ ക്ഷമയും അതേപോലെ തന്നെ നല്ല ഡെഡിക്കേറ്റഡും ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള ഒരു ജോലിയാണോ ഈ VFX എന്ന് പറയുന്നത്? അങ്ങനെ ഒറ്റവാക്കി പറയുകയാണെങ്കിൽ ശരിക്കും അതാണ്. കാരണം നമ്മൾ ചെയ്യുന്നത് ഫ്രെയിം ബൈ ഫ്രെയിം ആയിരിക്കും. ഓക്കെ, ഓരോ ഫ്രെയിമിലും നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, സർഗക്ഷേത്ര 89.6 FM ഇത്രയും നേരവും ഉയരയിൽ നമ്മളോട് VFX വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മളുടെ സ്വന്തം മുബീൻ ഖാൻ ആയിരുന്നു. ഒരുപാട് സിനിമകളുടെ പിന്നാമ്പുറങ്ങളിൽ VFXന്റെ ഒരു പൊടിമറയില്ലാതെ നമ്മളിലേക്ക് ഒരുപാട് ദൃശ്യങ്ങൾ എത്തിച്ച നമ്മളുടെ സ്വന്തം മുബീൻ ഖാന് നന്ദി പറയുന്നു. കാരണം ഒരുപാട് പേർക്ക് ഈ ഒരു മേഖലയിലേക്ക് വരണമെന്നും അവർക്ക് ആ ഒരു കരിയർ ചൂസ് ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്. ഇപ്പൊ തന്നെ നമ്മളാണെങ്കിലും ഒരു സിനിമ പോയി കാണുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ഇതൊക്കെ യാഥാർത്ഥ്യമായിട്ട് ചെയ്തത് തന്നെയാണോ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്കിൽ നമ്മൾ പലപ്പോഴും നിൽക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ നിൽക്കുമ്പോൾ നമ്മളെപ്പോഴും ഇനി ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് ശരിക്കും നമ്മളെ ഇങ്ങനെ ഒരു മുൾമുനയിൽ നിർത്തുമ്പോഴാണ്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ്റെ മുന്നിൽ നിർത്തുമ്പോഴാണ് ശരിക്കും VFX ആർട്ടിസ്റ്റുകളുടെ ഒരു വിജയം എന്നുള്ളത്. അപ്പം എന്തായാലും ലോക ആയിക്കോട്ടെ, ഇനി മാർക്കോയിൽ ചില സീനുകളൊക്കെ ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള കുറച്ച് സീൻസൊക്കെ എന്തായാലും ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയാണ് നമ്മളുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഉയരയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മുബീൻ ഖാന് നമ്മൾ ഒരുപാട് സ്നേഹ ആദരങ്ങളോടെ നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ദിവ്യ. ഓക്കെ, അപ്പൊ എന്തായാലും VFXന്റെ വിശേഷങ്ങൾ ദേ ഇവിടെ ഉയരയിലൂടെ തീരുകയാണ്. അവരവർ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു കരിയർ ബിൽഡ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും സ്വപ്നം. ആ സ്വപ്നം VFX ആണ് ഒരു കരിയറായിട്ട് ചിന്തിക്കുന്നതെങ്കിൽ ഇവിടെ ഇപ്പോൾ അതൊരു കൈത്താങ്ങായി ഒരു ചവിട്ടുപടിയായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും എന്നെനിക്ക് ഉറപ്പാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അതേപോലെ തന്നെ ഞാൻ ഇവിടുന്ന് പോവുകയാണ്. RJ ദിവ്യ ഉയരയിൽ നിന്നും ചെറുതായിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ പോവുകയാണ്. സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.